പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി ഗവർണർ കോളേജിലെ മുൻ VC MR ശശീന്ദ്രനാഥിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 30 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ മുൻ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെയും കൂടുതൽ നടപടിക്ക് നീക്കമുണ്ടെന്നാണ് അറിയുന്നത്. അഖിൽ പാലോട്ടുമണമാണ് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. അഖിൽ, നമസ്തേ. എന്താണ് ഈ 30 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസിൽ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്? പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ദുരൂഹമായ മരണം വലിയ കോളിളക്കമാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഉണ്ടാകുന്നത്. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് വീണ്ടും ഒരു ആൾക്കൂട്ട വിചാരണ കൊലപാതകം നടക്കുന്നുവെന്ന ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. അതിന് തുടർച്ചയായി സർവകലാശാല അധികൃതർ തന്നെ ആ ഗുണ്ടായിസം നടത്തിയ SFIക്ക് കുടപിടിച്ചു എന്നുള്ള തരത്തിലൊക്കെ തന്നെ ആ തെളിവുകൾ പുറത്തുവന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കടുത്ത നടപടിയുടെ ഭാഗം തന്നെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 30 ദിവസത്തിനകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് കോളേജിലെ മുൻ VC ആയ MR ശശിധരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൂടാതെ മുൻ ഡീന്, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെയും നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട് ഗവർണർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗവർണറുടെ നടപടിയോടുകൂടി തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബം ആവശ്യപ്പെട്ട ഒരു നീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം സിദ്ധാർത്ഥന്റെ കുടുംബം ആദ്യം മുതൽ ആവശ്യം മുന്നോട്ട് വെച്ചത് സിദ്ധാർത്ഥന്റെ മരണത്തിനു കാരണമായ ആ SFIയിലെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകണം, അവർക്കെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തി കേസെടുക്കാൻ പോലീസ് തയ്യാറാവണം, മറ്റൊന്ന് അവരെ സംരക്ഷിക്കുന്ന തലത്തിൽ നിലപാട് സ്വീകരിക്കുകയും ഇത്രയും അധികം ഒരു അതിക്രമം ആ ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്ന സർവകലാശാല അധികൃതർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവുമായിരുന്നു ആദ്യഘട്ടം മുതൽ സർവകലാശാലയ്ക്കെതിരെ അല്ലെങ്കിൽ കുടുംബം ഉന്നയിച്ചിരുന്നത്. ആ കുടുംബം ഉന്നയിച്ച ആ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ നീതിയിലേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വീണ.